എന്താടോ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സർ. പെണ്ണ് കെട്ടി ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ? എന്തായി തന്നെ ഏൽപ്പിച്ച കേസിന്റെ അന്വേഷണം? അന്വേഷിക്കുന്നുണ്ട് സാർ. ഇതുവരെ പ്രതിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എന്ത് അന്വേഷണമാണോ? പ്രതിപക്ഷ നേതാവിന്റെ ബ്രേക്ക് കേസാ പട്ടാപ്പകൽ മോഷണം പോയത്. വിലപ്പെട്ട രേഖകൾ അതിലുണ്ടായിരുന്നത്. പ്രതിപക്ഷത്താണെങ്കിലും അയാൾക്കുള്ള സ്വാധീനം എനിക്കറിയാമോ? മന്ത്രിസഭ എങ്ങാനും തിരിഞ്ഞു വന്നാൽ എന്റെയും തന്റെയും കാര്യം ഒക്കെ പോക്കാം. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണത്തിന് റിപ്പോർട്ട് എന്റെ മേശപ്പുറത്ത് കിട്ടണം. യെസ് സർ. മാഷെന്താ ഇവിടെ? ചേരത് മറന്നു. കല്യാണം കഴിഞ്ഞതിന്റെ തിരക്കിലല്ലേ. അതിനിടയിൽ ഈ കിളവന്റെ കാര്യം മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് മാഷൻ ഞാൻ സാരല്ല. എന്റെ മോളുടെ കല്യാണം മുടങ്ങി. സ്ത്രീധനത്തിന് പല വഴികളും നോക്കി, ഒന്നും നടന്നില്ല. നഷ്ടപ്പെട്ടത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ മനസ്സും വരുന്നില്ല. അതുകൊണ്ട് മുകളിൽ കൂടി ഒരു പരാതി കൊടുത്തു നോക്കാമെന്ന് കരുതി. വരട്ടെ. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാനാണ്. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ. എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ടുബുദ്ധി. അടങ്ങുമനെ അടങ്ങ്, പാവം അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. വക്കീലെ ലുട്ടൂനെ അതൊക്കെ പഠിപ്പിച്ചെടുത്താലോ? മിസ്സിസ് തങ്കു, അതിനൊക്കെ നല്ല ബുദ്ധി വേണം, കുരുട്ടുബുദ്ധി അല്ല. അക്കാര്യത്തിൽ വക്കീല് സംശയിക്കണ്ട. ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ആ ബുദ്ധിയല്ല, ജനറൽ നോളജാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ജനറൽ കോളേജാ. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കും വക്കീലെ. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? എന്ത് ചോദ്യമാ വക്കീലേത്? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈയും കുത്തി ഇറങ്ങ്, അത് മോശമല്ലേ? അതുകൊണ്ടല്ലേ കാല് കുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിച്ചു ചുമ്മാ. ആ ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ 10 മൃഗങ്ങളുടെ പേര് പറ. ഒറ്റ പരിപ്പുള്ള ഫലം ആശ്വാസമായി. ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം മരിച്ചു കിടക്കുന്ന ആളിന്റെ മുമ്പിൽ പഞ്ഞു വെക്കുന്നതിന് വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. പിന്നെ ജീവിച്ചു വന്നാൽ എന്താ ഒരു ചെലവ്? ഓർഡർ ഓർഡർ. ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? മുലപ്പാല്. ഉത്തരം ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകെട്ട് കുടിക്കത്തുമില്ല, താഴെ വീണ് പൊട്ടത്തുമില്ല. നീ ധൈര്യമായിട്ടിരി ജോസേ. കർത്താവ് നമ്മുടെ കൂടെയാ. ആ ജയശങ്കരനെ ഞാൻ നന്നായിട്ടൊന്ന് വിരട്ടിയാ വിട്ടത്, പ്രതിപക്ഷ നേതാവിന്റെ പെട്ടിയുടെ പേരിൽ. അങ്കിൾ എന്ത് മണ്ടത്തരവാ കാണിച്ചത്? ആ പെട്ടി കളവ് പോയതിന്റെ സന്തോഷത്തിൽ ഞാൻ കുറെ കുപ്പികൾ പൊട്ടിച്ചതാ. ഇനി അങ്കിൾ വിളിച്ച് വരട്ടിയതിന്റെ പേരിൽ അവനെങ്ങാണോ ആ പെട്ടി കണ്ടുപിടിച്ചാൽ എന്റെ അങ്കിളിന്റെ കാര്യമൊക്കെ പോക്കാ. നമ്മൾ ഒന്നിച്ച് നടത്തിയിട്ടുള്ള സകല ഏർപ്പാടുകളെയും സംബന്ധിച്ചിട്ടുള്ള രേഖകൾ അതിനകത്തുണ്ടെന്നാ എനിക്ക് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ട്. പെരുന്നേലെ ആ പെൺവാണിപ്പ കേസ്, റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഭൂമി ഏർപ്പാട്, മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റ്, കോഴിക്കോട്ടെ ബിനാമി ബിസിനസ് ഒക്കെ അതിനകത്തുണ്ട്. ഉള്ളതാണോ നീ പറയുന്നത്? ഓ, നമ്മുടെ മാത്രമല്ലെങ്കിൽ മുൻ മന്ത്രി കോയാക്കുട്ടിയുടെയും പഴയ ചില MLA-മാരുടെയും രഹസ്യ രേഖകൾ എങ്ങനെയോ ആ പ്രതിപക്ഷ കാലമാടം കണ്ടെത്തി ഡോക്യുമെന്റ്സ് ആക്കിയിരിക്കുക. നിയമസഭയിൽ വെച്ചില്ലെങ്കിൽ പോട്ടെ, ഏതെങ്കിലും പത്രത്തിൽ കൊടുത്താൽ പോരെ? നാറാൻ വേറെ വല്ലതും വേണോ? നീ പേടിക്കണടാ. പെട്ടി ഇനി അഥവാ അവരുടെ കൈ കിട്ടിയാൽ തന്നെ അത് തുറക്കാതിരിക്കാനുള്ള വഴി എനിക്ക് വിട്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഭരണകക്ഷിയിൽ ഒരു MLA ആയിരുന്നിട്ടും നിനക്കൊരു SIയെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നു പോയത് തന്നെ മതിയായി. പേരിന് മാത്രം 2 MLA-മാരുള്ള എന്റെ പാർട്ടിക്ക് അബ്കാരികളെയും കരിഞ്ചന്തക്കാരെയും വിരട്ടിയുള്ള കാര്യസാധ്യമേ ഇപ്പൊ നടക്കൂ. അതിനുള്ള വിശ്വസ്തമായ ചട്ടുവാ വാസു. അവന്റെ തന്നെ റിമാൻഡ് വീണ്ടും കോടതി 2 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുക. അല്ലെങ്കിലേ വാസുവിനെ ഉടനെ എങ്ങാനും പുറത്തിറക്കാൻ പറ്റുമോ? ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർത്താവ് നമ്മുടെ ഭാഗത്താണെന്ന്. ഇന്ന് ഭാഗ്യത്തിന് വേറൊരു കേസ് കൂടി വീണ് കിട്ടി. ജയശങ്കർ അന്വേഷണ ചുമതല ഏറ്റെടുത്തൊരു ആഭരണ കേസ്. അതിനും ഒരു തുമ്പായിട്ടില്ല. അതിന്റെ പേരിലും ഞാൻ അവനെ ഒന്നുകൂടി വിളിച്ചു വരട്ടും. അതോടെ അവൻ എന്റെ വരുതിയിൽ വന്നിരിക്കും. മാഷല്ലേ? അകത്തുണ്ട്, സാരിരിക്കൂ, വിളിക്കാം.
ജയായിരിക്കൂ. മാഷെന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാനാവും പുറപ്പാട്. ജയനോട് എനിക്കൊരു അലോഹ്യമില്ല. എന്റെ ഭാഗ്യദോഷം എന്നല്ല എന്ത് പറയാനാ. കമ്മീഷണർ അടുത്ത് പെറ്റീഷൻ കൊടുത്തത് ജയനെ അവിശ്വസിച്ചിട്ടൊന്നുമല്ല. എത്രയൊക്കെ വന്നാലും ഒരു സബ് ഇൻസ്പെക്ടർക്ക് പരിമിതികളില്ലേ, അതുകൊണ്ടാ. മാഷ് പറഞ്ഞ് ശരിയാ, ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ മാഷിന്റെ എൻ്റെ സൂര്യൻ കെടുത്തിയ ആ കളനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതെന്റെ ഭാഷയാ. സ്വർണം തിരിച്ചു കിട്ടിയില്ലേലും വേണ്ടില്ല. ആഭരണം ചോദിച്ചോണ്ട് വരുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഞാൻ ഇനി ഒരുക്കമല്ല. സാർ, ഒരപേക്ഷയുണ്ട്. ആരായാലും അവനെ കണ്ടുപിടിക്കണം. എന്നെ വിശ്വസിക്കാം. എന്ത് ത്യാഗം സഹിച്ചും ഞാൻ വാക്ക് പാലിക്കും. കല്യാണം മുടങ്ങിയതിലല്ല, നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ നാണം കെട്ടയില്ല എനിക്ക് വിഷമം. കള്ളനെ കിട്ടിയ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണം. എന്നിട്ട് വേണം എനിക്ക് ആ ദ്രോഹിയുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയാൻ. ദിവാര, വന്നേ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ദിവാകരനോട് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ്റെയും ദിനേശൻ്റെയും മുമ്പ് വെച്ച് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. 2 കേസുകളുടെ കുരുക്കിലാണ് ഞാൻ. അത് തെളിയിക്കാൻ കഴിയാത്തതിൽ മേലുദ്യോഗസ്ഥന്മാരുടെ എക്സ്പ്ലനേഷൻസിന് മറുപടി കൊടുക്കാൻ പാടില്ല. തന്നെയുമല്ല, ആ കമ്മീഷണർക്ക് എന്നോട് എന്തോ പ്രത്യേക വൈരാഗ്യമുള്ളത്. ദിവാകരൻ പത്രത്തിൽ വായിച്ചു കാണും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് മോഷണം പോയ കേസ്. മറ്റൊന്ന് പ്രൈവറ്റ് ബസ് വെച്ച് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ബാഗ് അറത്ത് 65 പവന്റെ ആഭരണ മോഷണം പോയ കേസ്. വായിച്ചു. അത് റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അതെ, എന്താ ദിവാര? അല്ല, ഈ റിട്ടയർഡ് അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോ ഇടത്തരക്കാരനായിരിക്കുമല്ലോ. ഇത്ര അധികം സ്വർണം മോഷണം പോയാൽ അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റൂ? ഒരിക്കലുമില്ല. ഈ മാഷ് ഖദർ ധരിക്കുന്ന സ്വഭാവക്കാരനാണ്. അതെ, എന്താ? അല്ല, ഖദർധാരികളായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞു പിടിച്ച് പോക്കറ്റ് അടിക്കുന്ന ഒരു വിരുദ്ധൻ കാസർകോട്ടുണ്ടെന്ന് ഇന്നാളെ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നേ. ഖദർ ധരിക്കുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാകണമെന്നുണ്ടോ? ആകണമെന്നില്ല. ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് ബാഗേറി മോഷ്ടിച്ചാവാൻ വഴിയുണ്ടല്ലോ. കാരണം ആ 2 കൃത്യങ്ങളും ഒരാൾ തന്നെ ചെയ്തതാവും എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ പെട്ടി പോലെ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ മാഷിന്റെ മകളെ കെട്ടിച്ചയക്കാൻ പറ്റുന്ന സ്വർണം പോലെ എനിക്ക് വിഷമമുണ്ട്. മാഷ് ഒരു പാവ. 10ാം ക്ലാസ്സിൽ എന്റെ മലയാള അധ്യാപകനായിരുന്നു. കള്ളനെ പിടികൂടുമെന്നും മാഷിന്റെ മോളുടെ വിവാഹത്തിന് മുമ്പ് സ്വർണം തിരിച്ചു കൊടുക്കാമെന്നും ഞാൻ വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാൻ കഴിയാത്തുള്ള കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നെ അല്ല, ഇത്തരം സംഭവങ്ങള് മനസാക്ഷിയുള്ളവരെ എന്നും അലട്ടിക്കൊണ്ടിരിക്കില്ലേ? ദിവാകരൻ വിചാരിച്ചാൽ ഈ വിഷമത്തിൽ നിന്നും ഒരു പരിധി വരെ എന്നെ രക്ഷിക്കാൻ പറ്റും. അളിയൻ ഉദ്ദേശിക്കുന്നത്? മാഷിന്റെ മോള് സുനിത കാണാൻ നല്ല കുട്ടിയാ. ദിവാകരൻ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ. അല്ല, മാഷോടോ മോളോടോ ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. ദിവാകരന്റെ അഭിപ്രായം അറിഞ്ഞിട്ടാകാമല്ലോ എന്ന് കരുതി. പിന്നെ ദിവാകരന് തയ്യാറായാൽ എന്നോട് മാത്രമല്ല ആ കുടുംബത്തോട് ഇന്ന് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ഞാൻ മുഖേന കണ്ടെത്തുന്ന വരൻ മാന്യനും സൽസ്വഭാവിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത്
അതുകൊണ്ടാണല്ലോ അളിയനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ മാഷോട് സംസാരിക്കട്ടെ? അല്ല അത് വേണ്ട, പെട്ടെന്നൊരു അഭിപ്രായം പറയണ്ട, ആലോചിച്ചിട്ട് മതി. ആലോചിച്ചാൽ മാത്രം പോരാ, ആലോചിക്കണം. എന്താ ആലോചിക്കാൻ? അളിയെ കൊണ്ടുവന്ന ആലോചനയല്ലേ, കണ്ണടച്ചങ്ങ് സമ്മതിക്കണം. നിനക്കത് പറയാം. തിളച്ച എണ്ണ വീണ പരിപ്പുവടയുടെ അവസ്ഥ എന്റേത്. അതിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില തുടങ്ങി നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാന പ്രശ്നം നീ വിട്ടുപോയി. എന്ത്? പരിപ്പ്. അതാണല്ലോ കൂടുതൽ കിടന്ന് പൊള്ളുന്നത്. ആ പരിപ്പ് ഞാനാണെന്ന് കൂട്ടിക്കോ. ചേട്ടാ, എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. എടാ, എന്താ നിന്റെ വിഷമം? അറിയപ്പെടുന്ന ഒരു കള്ളനായി തീരാത്താണോ? എന്നാ എന്നോട് പറ, ഇന്ന് തന്നെ പോലീസിന്റെ കള്ള ലിസ്റ്റിൽ പെടുത്തിയാ. വേണ്ട, സഹായിക്കണ്ട. എടാ, പിന്നെന്താ മാഷം മോളെ കെട്ടാൻ നിനക്ക് ഇത്ര മടി? കാണാൻ കൊള്ളാം, തറവാടിയാണെന്നൊക്കെ നിന്റെ അളിയൻ തന്നെയല്ലേ പറഞ്ഞേ. പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടില്ല, അതാ ഞാൻ നോക്കിയിട്ട് പോരായ്മയുള്ളൂ. പക്ഷെ സ്ത്രീധനം മേടിച്ച് കെട്ടുന്നതോട് നിനക്ക് പണ്ട് എതിർപ്പായിരുന്നല്ലോ. ഇനിയിപ്പോ മോഷണൊക്കെ നിർത്തി ഭാര്യയുടെ സ്ത്രീധനം കൊണ്ട് രക്ഷപ്പെടാന്ന് വല്ല പരിപാടിയാണ് നിനക്ക്. അനാവശ്യം പറയരുത്. ഞാൻ അന്ന് എന്തായിരുന്നോ അത് തന്നെയായിരുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഒരു തരി സ്വർണ്ണോ 1 രൂപയുടെ സ്വത്തോ പാടില്ലെന്ന വാശി എനിക്ക് ഇന്നും ഉണ്ട്. പിന്നെ പെങ്ങളുടെ കാര്യത്തിൽ ആ ആദർശം തെറ്റിച്ച് എന്താണെന്ന് നീ ചോദിച്ചേക്കാം. അവളുടെയും അനിയന്റെയും അച്ഛന്റെയും കാര്യത്തിൽ ഞാൻ അല്പ സ്വാർത്ഥന. എന്റെ ആദർശത്തിന്റെ പേരിൽ അവർ വിഷമിക്കാൻ പാടില്ല. എടാ, എനിക്ക് നിന്റെ നിലപാട് മനസ്സിലാവാത്ത ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങമാരി. എടാ, മാഷം മോൾക്ക് ഒരു ജീവിതം കൊടുത്താൽ നിനക്ക് എന്താ പ്രശ്നം? ഇനി കൂടുതൽ ആലോചിച്ച് സമയം കളയാണ്ട് നിന്റെ അളിയും കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിൽ താലി കെട്ടാൻ നോക്ക്. ജയൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അവള് സമ്മതിക്കുമെന്നാ? സമ്മതിപ്പിക്കണം. എന്റെ അളിയനായോണ്ട് പറയല്ല, ദിവാകരൻ നല്ലവനാ. അങ്ങൻ്റെ ആളെ എൻ്റെ മൂക്കുവേണ്ടി ജയൻ കണ്ടുപിടിക്കുമെന്നറിയാം. ആ സംഭവത്തിന് ശേഷം സുനിത വല്ലാത്തൊരു വാശിയില്ല. അതാ എനിക്ക് പേടി. കളവ് കണ്ടുപിടിക്കാൻ കഴിയാത്തുള്ള പ്രായച്ചിത്തമായിട്ടല്ല ഞാനിങ്ങനെ ആലോചനയ്ക്ക് മുതിർന്നത്. മാഷിന്റെ മകളുടെ മനപ്രയാസം എനിക്ക് അത്രയ്ക്കറിയാം. ജയന്റെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്തായാലും അവര് തമ്മിലൊന്ന് കാണട്ടെ. മധുരം പോരാന്നുണ്ടോ? ഏയ്, കറക്റ്റാ. അല്ല, മുഖഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരു കുഴപ്പമില്ല. ചായ നന്നായിട്ടുണ്ട്. അയ്യോ, അത് ചായയല്ല, കാപ്പിയാണ്. താലികെട്ടിന് വരന്റെ കൈ വിറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പെണ്ണുകാളിൽ ഇത്രയും ടെൻഷൻ കാണുന്ന ആദ്യമായിട്ടാ. അത് പിന്നെ നിങ്ങൾ പോലീസുകാരുടെ ധൈര്യം ഞങ്ങൾ സാധാരണക്കാർക്കുണ്ടാവോ? ഇവര് പെണ്ണ് കാണാൻ വരുന്നതും പ്രതിയെ പിടിക്കാൻ വരുന്നതും ഒരേ മാനസികാവസ്ഥയില്ല. പെണ്ണിന്റെ എഴുത്തിൽ താലി കെട്ടുമ്പോഴും പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒരേ നിർവികാരതയായിരിക്കും. അല്ല, അളിയ നല്ല ഫോമിലായല്ലോ. ഏതായാലും ഈ മൂഡിൽ തന്നെ ഇവിടെ നമ്മൾ സംസാരിക്കട്ടെ, അല്ലേ മാഷേ? ശരിയാ, ആവാലോ. പിന്നെ കോളേജിൽ ഒരു കുട്ടി നേതാവൊക്കെ ആയിരുന്നുകൊണ്ട് മോൾ എന്തും തുറന്നടിച്ച് പറയുന്ന പ്രകൃത. ദിവാകരൻ തെറ്റിദ്ധരിക്കരുത്. വീണ്ടും പേടിയായോ? ഏയ്, എന്തിന്? എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഏയ്, ആര് പറഞ്ഞു? എനിക്കൊന്നും ചോദിക്കാനില്ല. എന്നാ ഞാൻ പോട്ടെ. നിക്കൂ. സുനിതയ്ക്ക് എന്നെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടായോ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയില്ല. അല്ല, ഈ ചോദ്യം വെറും ഔപചാരികമല്ലേ? ഒരു 5 നിമിഷം നേരം കൊണ്ട് അങ്ങനെ ഇഷ്ടമാകാൻ കഴിയുമോ? പിന്നെ ഇപ്പൊ നമുക്ക് പരസ്പരം വിലയിരുത്താൻ കഴിയുന്നത് നമ്മുടെ ബാഹ്യരൂപങ്ങൾ മാത്രമല്ലേ? കോളേജിൽ വലിയ നേതാവായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ ഇത്ര തീവ്രവാദിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഒരാളെ ഇഷ്ടമാവാൻ ഒരുപാട് വർഷത്തെ പരിചയമൊന്നും വേണമെന്നില്ല. തുറന്നു പറയട്ടെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സുനിതയെ എനിക്കിഷ്ടായി. എനിക്കിപ്പോഴാ ടെൻഷൻ മാറിയത്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? അളിയൻ നിർബന്ധിച്ചതുകൊണ്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? രണ്ടുമല്ല, പ്രായശ്ചിത്ത. പ്രായശ്ചിത്തവോ? അതെ, ഞാൻ കാരണമാണല്ലോ സുനിതയുടെ വിവാഹം മുടങ്ങിയത്. ഞാനെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ആൺവർഗത്തിനെയാ. അല്പോ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. സുനിതയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ആൺവർഗത്തിൽപ്പെട്ട ഒരുത്തനല്ലേ? അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരുത്തനാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഇത്തരം സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും എന്നെ പോലുള്ളവർ കൊഴിഞ്ഞു മാറാൻ കഴിയും. ഇനിയുള്ള കാര്യങ്ങൾ കാരണവന്മാരെ തീരുമാനിക്കട്ടെ.